നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ അവസ്ഥ. നല്ല രീതിയിൽ ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ടാങ്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. നല്ല സെറിയ റോപ്പൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ സാറ് നല്ല രീതിക്ക് കെയർ ചെയ്തിരുന്ന ടാങ്കാണ്. പക്ഷേ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ലോ മെയിൻ്റനൻസ് ആയിട്ട് ഒരു ടാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ കുറച്ച് ഡ്രിഫ്റ്റ് വുഡൊക്കെ വെച്ചിട്ട് സ്കേപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വുഡ് എടുത്ത് സനലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പുള്ളി തന്നെ കട്ടർ എടുത്ത് കമകും കട്ട് ചെയ്ത് ഇതൊക്കെ ഒട്ടിച്ച് ഒരു സ്കേപ്പ് ക്രിയേറ്റ് ചെയ്ത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. അവൻ സ്കേപ്പൊക്കെ റെഡിയാക്കണ ആ ഗ്യാപ്പിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കൊക്കെ നല്ല നീറ്റാക്കി ക്ലീനാക്കി അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് കംപ്ലീറ്റ് കഴുകി അതിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് നമുക്ക് എത്ര ആ ടാങ്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് നീറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നിറച്ച് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം റിമൂവ് ചെയ്ത് അതൊക്കെ വാഷ് ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വെള്ളം നിറച്ച് വീണ്ടും ഉണ്ടാകുന്ന മാക്സിമം അഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്ത് ടാങ്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തു. ഇത് 10-15 വർഷം പഴക്കമുള്ള ടാങ്കാണ്. അപ്പോൾ പഴയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പഴയ ടാങ്കിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എല്ലാ ആംഗിളിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ അഡീഷണൽ ഗ്ലൂ ചെയ്ത് സീൽ ചെയ്ത് കൊടുത്തു. 5 അടി നീളം 2 അടി വീതിയും 2 അടി ഉയരമുള്ള ടാങ്കാണ്. എനിക്ക് സുഖമായിട്ട് കിടക്കാം, കാല് നീട്ടി വയ്ക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അങ്ങനെ കിടന്നുകൊണ്ടാണ് ആ റൂഫിലത്തെ സീലിങ്ങൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തത്. ടാങ്കിൻ്റെ പോട്ടത്തിൽ നല്ല പ്രകാശം തോന്നാൻ വേണ്ടി ടാങ്ക് കൂടുതൽ ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ ഗ്രേവൽ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെയുള്ള അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിൻ്റെയൊക്കെ കാഷ്ടത്തിൻ്റെ ഒരു ബ്രൗണിഷ് കളറാണ്. അത് ബോട്ടത്തിൽ വന്ന് കിടക്കുമ്പോൾ നല്ല വെള്ള മണലോ അല്ലെങ്കിൽ കറുത്ത ഗ്രേവലോ ഒക്കെ ഇട്ടാലും ഈ ബ്രൗണിഷ് കളറ് വളരെ അഗ്ലി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഗോൾഡൻ ഗ്രേവലിലാണെങ്കിൽ അത് വിസിബിൾ ആവില്ല. പിന്നെ സണ്ണിലുണ്ടാക്കിയ ആ ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ നേരെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പുറത്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക ചെയ്തത്. ടാങ്കിൻ്റെ ഉള്ളിലിരുന്ന ആ സേറിയ സ്റ്റോൺസ് തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ മിനിമലായിട്ട് സ്പേസ് കൺസ്യൂം ചെയ്തുകൊണ്ട് ഒരുപാട് ക്രൗഡഡ് ആക്കാതെ ഫിഷിന് സ്വിമ്മിങ് സ്പേസ് കൂടുതൽ അവൈലബിൾ ആക്കിക്കൊണ്ട് എന്നാൽ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്കേപ്പ് അതിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തു. വർക്ക് കഴിഞ്ഞു, ഇനി കാത്തിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് വെള്ളം നിറയ്ക്കുക. വെള്ളം ഒരു സൈഡിൽ കൂടെ നമ്മൾ വെള്ളം ടാങ്കിലേക്ക് വളരെ ലൈറ്റായിട്ട് കലങ്ങാതെ ഗ്രേവലൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ടാണ് ഇട്ടത് എങ്കിൽ കൂടി വളരെ ലൈറ്റായിട്ട് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് 2 ദിവസമൊക്കെ വെച്ച് നമ്മൾ പരമാവധി മാക്സിമം ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ചിട്ടു. വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴും ടാങ്കിന് ഈ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ച ആ ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി ഫിൽട്രേഷൻ നടക്കണം. അതുപോലെ തന്നെ നമ്മളിതിൽ ബാക്ടീരിയയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നൈട്രിഫിക്കേഷൻ ഒന്ന് സൈക്ലിംഗ് സ്റ്റാർട്ടായിട്ടൊക്കെ വരണം. അപ്പോൾ നമ്മൾ ഇപ്പോഴല്ല, ഇനി കാത്തിരിപ്പാണ് ഒരു 7 ദിവസത്തെ. അപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ഫിഷിനെ ആഡ് ചെയ്യുന്നത്. ഇത് ഫിൽറ്റർ ഇട്ടിട്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ. നമ്മൾ ആക്ച്വലി ഫിഷ് ആഡ് ചെയ്യാനായിട്ട് വന്നപ്പോൾ നൈറ്റാണ് വന്നത്, രാത്രിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഫിൽറ്റർ ഇട്ട് മാറ്റിയതാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ സിക്ലെറ്റ്സിനൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ച് അതിലേക്ക് ഇതിലത്തെ വെള്ളം ട്രിപ്പ് ക്ലിമൈസേഷനൊക്കെ ഒരു 10-20 മിനിറ്റ് നേരം എടുത്ത് ചെയ്തിട്ടാണ് ഒറ്റയടിക്ക് കൊണ്ട് ആ ഒരു വീഡിയോയുടെ വിഷ്വൽ ട്രീറ്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഫിഷിനെ വെള്ളത്തിലേക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തത് 2 കളർ. ആക്ച്വലി ക്ലയൻറ്റ് സജസ്റ്റ് ചെയ്ത 2 കളറാണ് മഞ്ഞയും നീലും. ബനാന സിക്ലെറ്റ്സും അതുപോലെ തന്നെ ഇലക്ട്രിക് ബ്ലൂ സിക്ലെറ്റ്സും. അപ്പോൾ ആ 2 വെറൈറ്റീനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. Gonna boil you down.
can't talk, whoa. They say a madcap found all the prisoners. Hell like a visitor, send up a Christopher. Men got a point, so we like to enjoy. Not a regular predator, all your prey is destroyed. Bring down the noise, bring all your boys. You can assemble an army, you bring all your toys. Thunder go boom boom, hit 'em with the 1-2. Picking up my bullets, yeah, boom boom. Make you wanna